ഹലോ. അപ്പോൾ ഇന്നൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ രാത്രിയിൽ ചപ്പാത്തിക്കൊരു തട്ടിക്കൂട്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ മുട്ടക്കറി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കരുതി ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തട്ടിക്കൂട്ട് മുട്ടക്കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറി. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ സവാളയും ഒരു പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പുകൂടി ചേർത്താൽ നന്നായി വഴന്ന് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനും ഒരു നുള്ളി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഉള്ളി സവാള നന്നായി വഴന്നതിന് ശേഷം നമ്മൾ തക്കാളി ചേർക്കാൻ പാടില്ല കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ തക്കാളി വഴന്നിട്ടില്ല, ഉള്ളി സവാള തീരെ വേവില്ല. എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട്. ടിപ്സൊക്കെ ഉപയോഗിക്കണം കേട്ടോ ഞങ്ങൾ പാചകം ചെയ്യുന്ന സമയത്ത്. അയ്യോ എന്താ ചെയ്യാം. അപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് സമയം തീ കുറച്ച് വെച്ച് നമുക്ക് അടച്ച് വേവിക്കാം കേട്ടോ. ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടച്ച് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. മാങ്ങാക്കാലായതുകൊണ്ട് ഒരേ മാങ്ങ തീറ്റാത്താൻ പറയുന്ന ഞാനല്ല തിന്നിന്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ തീറ്റത്തിനാന്ന് വിളിക്കും അമ്മയെന്ന് പറയും. അപ്പോൾ അനു മാത്രമല്ല കേട്ടോ, ഞാനും അനു അച്ചും കൂടെ തിന്നിട്ടിട്ട് മാങ്ങയുടെ വേസ്റ്റ് ആയത്. അപ്പോൾ നമ്മൾ മുട്ടക്കറിയിലേക്ക് അടക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അനു കുറച്ച് കറിവേപ്പില എടുക്കാൻ എടുത്തതാടാ. പറഞ്ഞാൽ അനുസരിക്കുന്നില്ല കേട്ടോ. എന്നാൽ നമ്മൾ അച്ചൂട്ടൻ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഒരാഴ്ചയായിട്ട് ഇവർ അമ്മമ്മേൻ്റെ അടുത്തായിട്ടുണ്ടായത്. അപ്പോൾ അമ്മമ്മേൻ്റെ അടുത്ത് പോയിട്ട് വരുമ്പോൾ കുറേ കറിവേപ്പിലെല്ലാം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കറിവേപ്പിലൊക്കെ പിശുക്ക് കാണിക്കണ്ട, കുറച്ചധികം തന്നെ ഇട്ടേക്കാൻ. അപ്പോൾ കറിവേപ്പില ഇട്ടെടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ചതക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ചതച്ചിട്ട് വരാം. നമുക്കിതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഒരു 5-6 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചല്ലേ കൂടുതലായിട്ട്. അപ്പോൾ ഇതാ കണ്ടോ, നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്തെടുക്കണം. ഇപ്പോൾ മസാല ചേർത്തെടുക്കാം. ക്യാമറ അനു പിടിക്കുമോ നോക്കട്ടെ. അതിന് ഹെൽപ്പിന് വിളിക്കട്ടാണ്. കുളിക്കാൻ പോയിട്ടുള്ളത്. കുളിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മസാല ഇടുന്നത് അവനെ കൊണ്ട് എടുത്തിട്ടാന്ന് വിചാരിച്ചു. ഏതായാലും ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അവനെ വെയിറ്റ് ചെയ്താൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ തന്നെ മസാലയൊക്കെ ചേർത്താം കേട്ടോ. നമുക്കിതിലേക്ക് ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. ഇതാ ഇത്രയും മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾ അധികമായി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ചൊവയായിരിക്കും കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയാവും, കൂടുതലൊന്നും ചേർക്കട്ടല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മല്ലിപ്പൊടി ചേർത്തെടുക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ തട്ടിക്കൂട്ടി മുട്ടക്കറിയാണല്ലോ. അപ്പോൾ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. വളരെ എളുപ്പത്തിൽ ഒരു എഗ്ഗ് കറി.
നെക്സ്റ്റ് നമുക്ക് എന്തായിട്ട് കൊടുക്കണ്ടേ? കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കും. സത്യം പറഞ്ഞാൽ ഇന്ന് ബാങ്കിൽ പോകാനുണ്ടായതുകൊണ്ട് ബാങ്കിൽ പോയി, മക്കളെ കൂട്ടാൻ വേണ്ടി വീട്ടിലേക്ക് പോയി. മൊത്തം ഓട്ടപ്പാച്ചയായിരുന്നു കേട്ടോ. അതുകൊണ്ട് വന്നപാടൊന്ന് കിടന്നുറങ്ങാമെന്നിരിക്കുമ്പോഴത്തേക്കും ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് തട്ടിക്കൂട്ടി മുട്ടക്കറിയും ചപ്പാത്തി ഉണ്ടായിട്ടില്ല. വേറെ ഒരു വഴിയില്ല. കറണ്ട് ഇല്ലാഞ്ഞത് ഇപ്പം കറണ്ട് വന്നു കേട്ടോ. പിന്നെ ചെറിയൊരു ഇടിയും മിന്നലും മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആക്കിയിട്ട് വേണമെന്ന് റെസ്റ്റ് എടുക്കാം. ഷോപ്പിൽ പോകുന്നുണ്ടോ നമുക്ക്, ഇല്ലെങ്കിൽ പിന്നെ ഫുൾ ടൈം റെസ്റ്റാണ്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ പ്രജിന്ന് വെച്ചിട്ട് എന്തേ വീഡിയോ എടുക്കാത്തത്? പ്രജിയാണ് യൂട്യൂബിൻ്റെ ആൾ, പക്ഷേ പറഞ്ഞിട്ടുണ്ട് കാര്യം ഭയങ്കര തിരക്കിലാണ്. പിന്നെ ഞാൻ ഷോപ്പിൽ പോകുന്നതുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകാനും പറ്റുന്നില്ല. നമ്മളൊരുമിച്ച് എടുക്കും. നമ്മൾ ചാനൽ നമ്മൾ കളിയൊന്നും ചെയ്യില്ല കേട്ടോ. ഇപ്പം ഇങ്ങനെയൊക്കെ പോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. അപ്പോൾ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മസാലയും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് ഇതിൽ, കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടി ധാരാളം ഉണ്ടായതുകൊണ്ട് അതിനൊരു പിശുക്കും കാണിക്കില്ല. ഇപ്രാവശ്യം വീട്ടിൽ കുരുമുളക് പൊടി ഉണ്ടായിന്. അപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ അത്യാവശ്യം കുറച്ച് കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടയുടെ തോട് പൊട്ടിച്ചെടുക്കാം. മുട്ടയൊക്കെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടയുടെ തോടൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, മല്ലിയില ഇല്ലെങ്കിലും ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് എന്താ പറയുക, മുട്ടയുടെ തോട് കളഞ്ഞിട്ട് വരാം. കറി ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർത്തെടുക്കാം. ഉപ്പ് നോക്കാൻ മറന്നു പോയത് കേട്ടോ. സ്പൂൺ അതിൽ തന്നെ വെച്ചിട്ട് സ്പൂണ് ഭയങ്കരമായി ചൂടായി എൻ്റെ കൈ പൊള്ളി കേട്ടോ. അപ്പോൾ മുട്ടയെല്ലാം ആക്കി ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തെടുക്കാനുണ്ട്. നമ്മൾ കുരുമുളക് പൊടി ഇല്ലാണ്ട് ഒരു കറിയും ഇല്ല കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി എടുത്തിട്ട് അപ്പോൾ ഇത്തിരി കുരുമുളക് പൊടി ചേർത്തെടുക്കും. ഇത്രയില്ല കേട്ടോ നമ്മൾ മുട്ടക്കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.